കോതമംഗലത്ത് കാട്ടാനയെ കണ്ട് വിരണ്ടോടിയ വയോധികൻ കുഴഞ്ഞു വീണ് മരിച്ചു. കോട്ടപ്പടി കൂവക്കണ്ടം സ്വദേശി കുഞ്ഞപ്പനാണ് മരിച്ചത്. കോതമംഗലത്ത് നിന്ന് രാഗിൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. കോതമംഗലം കോട്ടപ്പടി കൂവക്കണ്ടത്ത് ആനയെ തുരത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് വയോധികൻ കുഴഞ്ഞു വീണ് മരിച്ചത്. കൂവക്കണ്ടം കുഞ്ഞപ്പനാണ് മരിച്ചത്. ആനയെ തുരത്താൻ ശ്രമിക്കുന്നതിനെ ഓടിപ്പോകുന്ന ഘട്ടത്തിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഇപ്പോൾ പ്രദേശവാസികളൊക്കെ തന്നെ നമുക്കൊപ്പം ചേരുകയാണ്. വലിയ ഒരു ആശങ്കയുള്ള അവസ്ഥയായിരുന്നു ഇന്നലെ, അല്ലേ? അതെ, ഒരു ആന വന്നു, പുള്ളിയുടെ കപ്പ നശിപ്പിച്ചപ്പോൾ പുള്ളി തുരത്താൻ തുടങ്ങി. അപ്പോൾ തിരിച്ച് റിട്ടേൺ ഇങ്ങോട്ട് ഓടി വന്നപ്പോൾ പുള്ളി മാറിയതായിരിക്കണം. അപ്പോൾ തന്നെ പുള്ളി വീണു കഴിഞ്ഞപ്പോൾ അനക്കമില്ലായിരുന്നു ആൾക്ക്. അപ്പോൾ തന്നെ അടുത്തുള്ള ആൾക്കാരെല്ലാവരും കൂടി ഇറയത്തോണെന്ന് കെടുത്തി. അപ്പോഴേക്കും ഈ ജോസേട്ടൻ്റെ വണ്ടി മാത്രമാണ് ഇവിടെ ഉള്ളൂ. വേറൊരു വണ്ടി വിളിച്ചാൽ വരില്ല, അവിടെ വഴിയില്ല, വെളിച്ചമില്ല. ഭയന്നോടിയപ്പോൾ കുഴഞ്ഞു വീണതാണെന്നാണ് മനസ്സിലാക്കണത്. ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് വരുന്ന ഘട്ടത്തിലേ ചുറ്റും കാട്, വലിയ ദുരിതപൂർണ്ണമായിട്ടുള്ള വഴി, ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ഭീതിജനകമായിട്ടുള്ളൊരു അവസ്ഥയാണ്. എപ്പോൾ വേണമെങ്കിലും ആന മുന്നിലേക്ക് വരാമെന്നുള്ളത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം രാത്രിയൊക്കെ ഇവിടെ കിടന്നുറങ്ങുന്ന ഒരു അവസ്ഥ ആലോചിക്കുമ്പോഴേ, രാത്രിയിൽ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ പോകുന്നതിന് ബുദ്ധിമുട്ടാണ്, വഴിയില്ല. ഫോറസ്റ്റിലൂടെയാണ് ഞങ്ങൾക്ക്. സമയത്ത് വേണമെങ്കിൽ ആന ഏത് സമയത്തും എന്നും ഉണ്ട്. 10-15 ആന വെച്ച് മിക്ക ദിവസവും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ പോകണമെങ്കിൽ 1.5 കിലോമീറ്റർ വനത്തിൻ്റെ ഉള്ളിൽ കൂടെ പോകണം. ഇന്നലെ ഇദ്ദേഹത്തിനെ കൊണ്ടുപോകാനൊക്കെ തന്നെ ഏറെ പ്രയാസപ്പെട്ടു, അല്ലേ? ഏറെ പ്രയാസപ്പെട്ടു. പക്ഷേ നമ്മുടെ പ്രയാസം നോക്കിയിട്ട് കാര്യമില്ല. ആൾക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ പോകണമല്ലോ. അത് നമ്മുടെ അസുഖം ബുദ്ധിമുട്ട് നോക്കിയില്ല. അവിടെ ആളെ വണ്ടിയെ കയറ്റി വനത്തിൻ്റെ നടുക്കൂടെ തന്നെ പോയി. അന്നേരം ആനയുണ്ട്. ആന ഇവിടെ എല്ലാ സ്ഥലത്തും ആനയുണ്ട്. പഞ്ചായത്തിൽ നിന്ന് യാതൊരു നടപടി നോക്കണില്ല. പിന്നെ ഫോറസ്റ്റുകാരെ നമ്മൾ എപ്പോൾ വിളിച്ചാലും അവർ നമ്മുടെ അടുത്ത് എത്തും. ഇന്നലെ തന്നെ വിളിച്ചിട്ട് ഒരു 10-15 മിനിറ്റിന് മുമ്പ് അവർ സ്ഥലത്തെത്തി. കമ്പിവേലിയൊക്കെ എത്രത്തോളം? കമ്പിവേലി പ്രയോജനമില്ല. അതൊക്കെ പോയി കിടക്കണം. കമ്പി മാത്രമേ ഉള്ളൂ. കമ്പി അത് ചാഞ്ഞ് കിടക്കണതാണ്. നിങ്ങളുടെ കഴിഞ്ഞ ദിവസം ഈ കുഞ്ഞപ്പൻ ചേട്ടൻ മരിച്ചതോടുകൂടിയല്ലേ ഭീതിയായി പോയി. ഇനി അവരൊക്കെ പറഞ്ഞാലാണ് നമ്മൾ കാര്യങ്ങൾ അറിയണേ. ഇനിയിപ്പോൾ ചേട്ടനില്ല, ചേച്ചി തന്നെയായി. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. ഇതിനാരും ഒരു പരിഹാരം കാണുന്നില്ല. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. 10-25 ആന വന്നാലും വന്ന് ഓടിക്കും. അവർ പോയി കഴിയുമ്പോൾ ആന വീണ്ടും ഇങ്ങോട്ട് ഇറങ്ങും. നമ്മൾ എന്നെ ചെയ്യണ, ഒരു രോഗം വന്നാൽ ഞങ്ങൾക്ക് പോകാനാണ് ഏറ്റവും വലിയ പ്രയാസം രാത്രി. ഇതാണ് ഈ കോട്ടപ്പടി പഞ്ചായത്തിലെ 1-ാം വാർഡിലെ ഒരു അവസ്ഥ, ഈ മേഖലയിലെ ഒരവസ്ഥ. വളരെ കുറച്ച് വീടുകൾ മാത്രമാണുള്ളത്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടിൻ്റെ കാര്യങ്ങളാണ് അവർക്ക് നമ്മളോട് പങ്കുവയ്ക്കാനുള്ളത്. ക്യാമറമാൻ സുജോയ് എഡ്വേർഡിനൊപ്പം എസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.